ഇറ്റ്സ് മീ ബൈ ഇബ്രാഹിം. വെൽക്കം ബാക്ക് ടു അനത്ര വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുമ്പോൾ ഒരു വലിയ റീസണൊന്നുമില്ല, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു ഡേൻ്റെ പകുതി ഞാനിതിൽ കാണിക്കുന്നു എന്നുള്ളൂ. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ സ്വന്തം വീട്ടിലാണ്, അതുകൊണ്ടാണ് റൂമൊന്ന് ചേഞ്ച് ആയിക്കണത്. ഞാൻ നിങ്ങൾക്കൊരു ഗുഡ് ഹാബിറ്റ് പറഞ്ഞുതരാം. എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നമ്മുടെ റൂമൊന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുക. കാരണം നമ്മൾ കിടക്കുന്ന സമയത്ത് എല്ലാം ഡിസോർഗനൈസ്ഡ് ആയി കിടക്കുന്നുണ്ടാവും. നമ്മുടെ ബെഡൊക്കെ ഒന്ന് മേക്ക് ചെയ്ത് വെക്കുക, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുക. അങ്ങനെ ചെയ്ത് വെച്ചാലുള്ള ബെനിഫിറ്റ് എന്താ വെച്ചാൽ നമുക്ക് തന്നെ മൈൻഡിൽ ഭയങ്കര പീസ് ഫീൽ ചെയ്യും, അതേപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഫീൽ ചെയ്യും. അങ്ങനെ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡേ തന്നെ ഭയങ്കരമായിട്ട് ഗുഡായിട്ട് പോകും. സോ അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയൊക്കെ. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ രാവിലെ തന്നെ ഇത്രയും ഫുഡ് എന്താണെന്നുള്ളത്. അതൊരു മലപ്പുറം സ്റ്റൈൽ മരുമോൻ സൽക്കാരം തന്നെ പറയാം. സാധാരണ ഇതിനേക്കാൾ കൂടുതൽ ഫുഡ് ഉണ്ടാവാറുണ്ട്, പക്ഷേ ഇന്ന് വളരെ കുറവാണ്. അപ്പോൾ ഋതു ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് കൊണ്ട് തന്നെ ഉമ്മ ഒരുപാട് ഫുഡും കാര്യങ്ങളൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ എന്താ വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ അവിടെ എല്ലാവരും നമ്മൾ ജസ്റ്റ് എല്ലാ ഫ്രണ്ട്സും കൂടി ഒന്ന് മീറ്റ് ചെയ്യാനൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്രെയിം സെറ്റ് ചെയ്യാന്നുള്ള പ്ലാനിങ്ങിലാണ് ഞാൻ ഈ ഒരു പരിപാടി ചെയ്യുന്നത്. പോകുന്ന വഴിക്ക് സുഡിയോയിലൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ടിൻ്റെ മോൾക്ക് 2 കൂട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടും, അതേപോലെ തന്നെ ഭയങ്കരത്തെ പപ്പൻ്റെയും ഉമ്മൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ തലേന്ന് നമ്മൾ ജസ്റ്റ് സർപ്രൈസൊക്കെ കൊടുത്തെങ്കിലും ഒരു സ്മോൾ ഗിഫ്റ്റ് എൻ്റെ വക എന്തെങ്കിലും കൊടുക്കേണ്ട വെച്ചിട്ട് ഞാൻ സുഡിയോയിൽ നിന്ന് 2 കാര്യങ്ങൾ വാങ്ങിച്ചു. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ഇന്നലത്തെ സർപ്രൈസിൻ്റെ വീഡിയോ ഒന്ന് കണ്ടോട്ടോ. ഞാൻ മുന്നേ
ഇന്നലെ പറഞ്ഞിട്ടുണ്ടെന്നല്ലോ എൻ്റെ ഫ്രണ്ടിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണെന്നുള്ളത്. അത് നീനുൻ്റെയും ബാദുക്കാൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. ആക്ച്വലി ആ ഒരു പ്രോഗ്രാം ഉള്ളതുകൊണ്ട് നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ടൊന്ന് മീറ്റാക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ എപ്പോഴെങ്കിലാണ് മീറ്റാക്കാറുള്ളൂ, പക്ഷേ ആ മീറ്റാക്കുന്ന മൊമെൻറ്റ് ഭയങ്കരമായിട്ട് അടിപൊളിയാണ്. നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്യാറുണ്ട്. ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ ഉണ്ടായി വെച്ചാൽ, ഞാൻ, നീനു, ഐഷ, നാജി, അതുപോലെ തന്നെ ശൈല, ഞങ്ങൾ 5 പേര് ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സാണ്. ആ ചൈൽഡ്ഹുഡിൽ തുടങ്ങിയ ഫ്രണ്ട്ഷിപ്പാണ് ഇത്രയും കാലം നിലനിൽക്കുന്നത്. എന്നും അതുപോലെ നിലനിൽക്കട്ടെ. അപ്പോൾ ആ ഫ്രണ്ട്ഷിപ്പിന് ഇപ്പോൾ എന്താ പറയുക, ആളുടെ എണ്ണം കൂടി. നമ്മൾ 3 പേരും കല്യാണം കഴിച്ചു. 3 പേരുടെ ഹസ്ബൻഡ്സും ഇതിൽ ഇൻക്ലൂഡായി. ഇനിയിപ്പോൾ 4ാമത്തെ ആളുടെ കല്യാണമാണ് സെപ്റ്റംബറിൽ. അവരെ ഫിയാൻസിയും നമ്മളെ കൂടെ ജോയിൻ്റാണ്, ഇൻക്ലൂഡാണ്. നമ്മളതേ വൈബുള്ള ഹസ്ബൻഡ്സിനും കൂടി കിട്ടിയതുകൊണ്ട് തന്നെ എന്താ പറയുക, ഈ ഫ്രണ്ട്ഷിപ്പ് നിലനിന്ന് പോകുന്നുണ്ട്.